നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ ആദ്യം തന്നെ നമ്മുടെ കൊട്ടാരക്കര വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ എരണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന എല്ലാ പ്രദേശവാസികൾക്കും ഒരു നല്ല കൈയടിയോടുകൂടി അവരെ സ്വാഗതം ചെയ്യാം. സ്വാഗതം, സുസ്വാഗതം. നമ്മുടെ കാര്യക്കാരെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, പ്രചോദേട്ട ആൻഡ് ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. നമസ്കാരം. അപ്പൊ എന്നാ നമുക്ക് ചിരി അങ്ങ് തുടങ്ങാം. ആദ്യത്തെ സ്കിറ്റ് വിളിക്കുക. കൊച്ചു പ്രതിഭേട്ടനുണ്ട്, സൂര്യശ്രീ ഉണ്ട്, പിന്നെ നമ്മുടെ ശ്രീജു ഉണ്ട്. ലെറ്റ്സ് വെൽക്കം വരെ 3 പേര്. അമ്മച്ചിമാരൊക്കെ ഇവിടെ ചുമ്മാ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കണോ? പിന്നിട്ടാവാറായി, അങ്ങനെ ചെല്ല്. അച്ചായനോട് എത്തിയാവോ? അച്ചായോ. ആ ഹലോ. എവിടെ എത്തി? ഇത് എവിടെ എത്തിന്നറിയാമേടാ. ബൈപ്പാസ് കഴിഞ്ഞാ? ബൈപ്പാസും കഴിഞ്ഞു, ആൻജിയോഗ്രാമും കഴിഞ്ഞു. എന്നാലും ഞാൻ നിന്റെ കല്യാണത്തിന് വരും. അതല്ലെന്ന്, ബൈപ്പാസ് റോഡ് കഴിഞ്ഞാ? ആ ബൈപ്പാസ് കഴിഞ്ഞു. എന്നാ നേരെ സെമിത്തേരി. അയ്യോ അയ്യോ, അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാടാ. അതല്ലെന്ന്, അവിടുന്ന് നേരെ വന്ന സെമിത്തേരി റോഡ്. ആ അവിടുന്ന് നോക്കി കഴിഞ്ഞാ ജെട്ടി കാണാം. ആരുടെ? ആരുടെയും ജെട്ടിയല്ല, ബോട്ട് ജെട്ടി കാണാന്ന്. ഓ അവിടുന്ന് നേരെ വരുമ്പോ കാണുന്ന ആദ്യത്തെ പള്ളി. ആ പള്ളിയാ? ആ പള്ളി. എന്നാ ഞാൻ കല്യാണത്തിന് വരുന്നില്ല. അതെന്ത്? അവിടെ വെച്ച് എന്റെ കല്യാണം കഴിഞ്ഞത്. എനിക്ക് ആ പള്ളി കാണുമ്പോ പേടിയാണ്, അവിടെ ഓർമ്മ വരും. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. അയ്യോ, അപ്പൊ അച്ഛൻ്റെ കയ്യിലുള്ള മോതിരം? ആ മോതിരം ഞാൻ ആരെങ്കിലും കൈ കൊടുത്തു വിടാം. ഓ, എന്തെങ്കിലും കാണിക്കേ. എന്റെ ദൈവമേ, പെണ്ണും പിള്ളേന് ഇങ്ങനെ പേടിയുള്ള ഒരു മനുഷ്യൻ. ഇച്ചായ. അയ്യോ, ഇച്ചായ ഇവിടെ വന്നിരിക്കുവാന്നോ? ഞാൻ എവിടൊക്കെ തെരഞ്ഞെന്നറിയോ? എന്നായിരുന്നു? ബെഞ്ചരിപ്പുണ്ടെന്ന് പറഞ്ഞു. അതാ രാവിലെ ഉപ്പാവ് ഒഴിച്ചെന്റെ ആയിരിക്കും. നെഞ്ചരിപ്പുണ്ടെന്ന് പറഞ്ഞു. നെഞ്ചരിപ്പുണ്ടെന്നല്ല, ബെഞ്ചരിപ്പുണ്ടെന്ന് പറഞ്ഞു. അതെ. ആ റൂബി, എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. എന്താ ചായ? ഈ ഉടുപ്പില്ലേ, ഈ ഉടുപ്പ് നീ കല്യാണം കഴിഞ്ഞു പോകുമ്പോ ഇവിടെ വച്ചിട്ട് പോകരുത്. നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? അതല്ലെന്ന്, പിന്നെ നമ്മുടെ വീട്ടിലവിടെ എവിടെ നോക്കിയാലും നല്ല തുരുത്തുകളല്ലേ. ഈ ഉടുപ്പ് ഇങ്ങനെ വല വേച്ചി അങ്ങനെ എറിഞ്ഞാലും കിട്ടും ഒരു കറിക്കുള്ള മീന്. അച്ഛായ ഇവിടെ നിന്ന് കഥ പറയാതെ അവിടെ വിളിക്കുന്നുണ്ട്. അച്ചായ, ഇവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഷൂ സൂര്യ ഇടാതെ അകത്തോട്ട് കേറരുതെന്ന്. അങ്ങനെ കേറിയിട്ട് അച്ഛൻ ഇറങ്ങി പോവെന്നാ പറഞ്ഞേക്കുന്നത്. പള്ളിക്കകത്ത് കയറി ഞാൻ ചൂച്ചൂടി കഴിഞ്ഞാൽ അച്ഛൻ മാത്രമല്ല മൊത്തം ആൾക്കാർ ഇറങ്ങി പോവാണ്. അയ്യോ, ഹലോ. ഹലോ, ആരാ? ഞാൻ സുധിയാണ്. ഏത് സുധി? ഓ, 14 വർഷം പ്രേമിച്ച് നടത്തിയിട്ട് നീ എന്റെ ശബ്ദം പോലും മറന്നല്ലേടി? ഓ, ആ സുധി. ആ, നീ ഇപ്പൊ ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ ഇപ്പൊ എവിടാ സുധി? ഞാൻ പള്ളിമുറ്റത്തുണ്ട്. പള്ളിമുറ്റത്തോ? ആ. എന്തിനാ? എനിക്ക് നിന്നെ കണ്ട് 2 വാക്ക് സംസാരിക്കണം. അയ്യോ, ഇവിടെ മിന്നുകെട്ടിന്റെ സമയായി. എന്നാ കുഴപ്പമില്ല, ഞാൻ പള്ളിക്കകത്തോട്ട് വരാം. അല്ല, ഇങ്ങോട്ട് വരില്ലേ? ഇങ്ങോട്ട് വരില്ല, അവിടെ നില്ല, അവിടെ തന്നെ നില്ല. ഞാൻ ദാ വരുന്നു സുധി, അവിടെ നില്ല്. വാ വാ. 10-14 കൊല്ലം കണ്ണേ പൊന്നെ കറലേന്നും പറഞ്ഞ് നോക്കി കയ്യിലുള്ള പൈസ കൊടുത്ത് ഓരോ സാധനങ്ങളും മാഞ്ചു കൊടുത്ത് ആ കണ്ടപ്പോ കെട്ടിക്കോട്ട് പോകും. എന്റെ വിധിയല്ല എന്റെ. സുധി. ഓ, അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് നിനക്ക്. പക്ഷെ എന്നോട് വേണമായിരുന്നടി നിന്റെ ഈ ചതി. മനപൂർവ്വമല്ല സുധി, സാഹചര്യങ്ങൾ കൊണ്ട് മാറിപ്പോയതാ ഞാൻ. സാഹചര്യങ്ങൾ കൊണ്ട് മാറാൻ നിന്റെ അച്ഛന്റെ പേര് ജോണിക്കുട്ടി എന്നല്ലേ, അല്ലാതെ ഓന്തെന്നല്ലല്ലോ. പറയണം, ഇതെല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാ. നിനക്കറിയോ, ഈ കല്യാണാലോചന വന്നപ്പോ തൊട്ട് ഇത് നടന്നില്ലെങ്കിൽ വിഷം കഴിക്കുമെന്നും പറഞ്ഞോണ്ട് നിൽക്കുന്ന എന്റെ മമ്മി 2 അറ്റാക്ക് കഴിഞ്ഞ് 3ാമത്തെ അറ്റാക്കിന് വേണ്ടിയിട്ട് വെൽക്കം ബോർഡും പിടിച്ചോണ്ട് നിൽക്കുന്ന എന്റെ അച്ഛൻ. ഈ ഒരു കല്യാണം അങ്ങോട്ട് കഴിഞ്ഞാൽ അടുത്ത കല്യാണത്തിന് വേണ്ടി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കാലെടുത്ത് വെച്ചോണ്ട് നിൽക്കുന്ന എന്റെ ഒരു അനിയത്തി. ഇവരുടെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സമ്മതിക്കാതിരിക്കും? ഇങ്ങോട്ട് നോക്ക്, കുടുംബത്തിനാന്നോ പ്രണയത്തിനാന്നോ ത്രാസിൽ ഭാരം കൂടുതലെന്ന് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോ കുടുംബത്തിനായിരുന്നു കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതങ്ങ് സമ്മതിച്ചതാ. അതൊക്കെ എന്റെ തെറ്റ്. നിന്നെ സമ്മതിക്കണം.
പള്ളിയിൽ നിന്ന് ഇറങ്ങി എന്റെ അടുത്ത് വരുന്നതിനിടയ്ക്ക് ഒരു കഥ അത് ക്രിയേറ്റ് ചെയ്യാൻ കാണിച്ച നിന്റെ ബ്രില്യൻസ്. നീ പോയ ജിത്തു ജോസഫിനെ ഒന്ന് കാണണം. എന്തിനാ? പുള്ളിക്ക് ഒരു റൈറ്റർ ആവശ്യമുണ്ട്. നിന്നെ കൊണ്ട് പറ്റും. സുധി, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണം. ഈ ജന്മത്തിൽ ഉരുളെ ഉരുട്ടി തന്നിട്ട് അടുത്ത ജന്മത്തിൽ വീണ്ടും ഇലയിട്ട് വിളിക്കണം അവള്. ഞാൻ മണ്ടായി. വീണ്ടും എവള് ഒന്ന് കണ്ണടിച്ച് കാണിക്കും, ഞാൻ കൂടെ അങ്ങ് പോകും. ഇതെനിക്ക് സ്ഥിരം ഉള്ളത് തന്നെ. സുധി, അതുകൊണ്ട് നീ അത് മാറ്റിപ്പിടി. സുധി, അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നീയും ഞാനും ഒന്ന് ചേരും. ഇത് സത്യം. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. നോക്കിക്കോ. ഇത് പറയണോ? ഞാനാണ് അവളെ തേച്ചത്. നീ അല്ലേടി എന്നെ തേച്ചത്? സുധി, ഞാൻ പറയുന്നൊന്നും നീ കേക്ക്. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ നമുക്കൊരു കുടുംബമായിട്ട് നമ്മൾ ജീവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ആരും ഇല്ലാത്തൊരു ഗ്രാമത്തിൽ പോയിട്ട് സുഖമായിട്ട് നമ്മൾ ജീവിക്കും സുധി. മഞ്ജു വാര്യരും ഉർവശി ചേച്ചി അഭിനയം നിർത്തി വീട്ടിയിരിക്കണം. ഈ വർഷത്തെ മികച്ച നടി അവളെ കൊണ്ടുപോയി. അവളെ കൊണ്ട് പറ്റും. അവളെ അമ്മാതി എങ്ങനെ പറ്റണ ഇതിനെ കൊണ്ട്. മികച്ച നടി. ഞാൻ മികച്ച നടിയല്ലയോ? ആന്ന്, ഞാൻ മികച്ച നടിയാ. ഞാൻ ചതിച്ചിയാ, ഞാൻ വഞ്ചകിയാ. ഈ റൂബി ചീത്തയാ. റൂബി, നീ ചീത്തയാണ് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ റൂബി ചീത്തയാ. എന്റെ ദൈവത്തിനാണ് എന്റെ പെറ്റമ്മ സത്യത്. എന്റെ വായി നീ ചീത്ത എന്നൊരു വർത്തമാനം വീണിട്ടില്ല. ഈ റൂബി ചീത്തയാ. എന്റെ റൂബി ചീത്തയല്ല, പിന്നെ പക്ക ഫ്രോഡ്. അല്ലെങ്കിൽ നീ എന്നെ പോലെ ഒരുത്തനെ പറ്റിക്കോടി. നീ ഫ്രോഡ്. എടാ, പ്രേമിച്ച സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാണ്. നിന്നെ കെട്ടാൻ പോണവന്റെ പേരെന്താന്ന്? മറിയാനോ. ശരിക്കും പറഞ്ഞ ഈ ലോകത്തെ ഏറ്റവും വലിയ പാവം ചെയ്തവൻ ആരെന്ന് അറിയാമോ? എന്റെ സുധി, അത് നീയാണെന്ന് മാത്രം പറയരുത്. ഞാനല്ല, ആ മറിയാനോ. ഇല്ലെങ്കിൽ നിന്നെ പോലെ സാധനം അവന്റെ തലയിൽ വന്ന് കയറും. സുധിയാനോ? സുധിയാനോയോ? അയ്യോ, മറിയാനോ മിക്സ് ആയി പോയടാ. പണ്ടും നിനക്ക് കോക്കയിലാണ് ഇഷ്ടം. ഓൺലൈനിൽ ഒരേ സമയം 3-4 അത് ഞാൻ വിട്ട് പോട്ട്. എടീ, പ്രേമിച്ച് നടന്ന സമയത്ത് നിനക്ക് എന്തെല്ലാം സാധനം ഞാൻ വാങ്ങിച്ചത്? പിന്നെ എന്തെല്ലാം സാധനം എനിക്ക് വാങ്ങിച്ചു തന്ന്. ഈ കാലത്ത് ഓരോരുത്തർ പ്രേമിക്കുമ്പോ എന്തൊക്കെയാ കൊടുക്കുന്നതെന്ന് അറിയോ? ആ സിന്ധു, ആ ബിജു പ്രേമിക്കുന്ന കാലത്ത് എന്തൊക്കെയാ ബിജു കൊടുത്തേന്നറിയാവോ? കാറ്, കൊലുസ്, നെക്ലസ്. നിങ്ങൾ എനിക്ക് എന്തോ തന്നത്? 5-6 ഉണക്ക മുട്ടായും കുറെ പാവേ. ഈ സിന്ധുവിന്റെ കാമുകം ബിജു വർക്ക് ചെയ്യുന്ന എവിടെ അറിയാമോ? ദുബായിൽ അങ്ങ് വലിയൊരു ഷേക്കിന്റെ അണ്ടറിലാണ്. ആ ഷേക്കിന് എന്തൊക്കെ ഉണ്ടെന്ന് നിനക്കറിയാമോ? 2 ഏക്കർ ഈത്തപ്പഴത്തിന്റെ തോട്ടം, 3 ഷോപ്പിംഗ് മാള്, 2 പെട്രോൾ പമ്പ്. ഈ ഞാൻ വർക്ക് ചെയ്യുന്ന ആരെന്ന് അറിയാമോ? ദിവാരമേശ്വരിയുടെ 1 മുനക്കരണ്ടി, 2 ചാപ്പോല, 1 മുഴക്കോൽ. ഇതും വെച്ചിട്ട് 14 കൊല്ലം നിനക്ക് ഞാൻ മുട്ടായെങ്കിലും മാറ്റിയെന്തില്ലേ? സമ്മതിക്കണ്ട. നീ ഒന്ന് അടങ്ങ് സുധി. നിനക്ക് ഇത്രയൊക്കെ പ്രേമം എന്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഞാൻ അറിഞ്ഞില്ല സുധി. നീ ഇപ്പോഴും എനിക്ക് ഉയരാണ് സുധി. പരിപാവനമായൊരു പള്ളിമുറ്റ ആയതുകൊണ്ട് ഈ ഉയിരിന്റെ മറുപടി ഞാൻ പറയുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ നല്ലത് ഞാൻ പറഞ്ഞാ നല്ല. എന്റെ പൊന്നു സുധി, ഞാനൊന്ന് പറയുന്ന നീ ഒന്ന് കേക്ക്. ഇത്രയും സ്നേഹം നിനക്ക് സത്യസന്ധമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ കല്യാണത്തിൽ നിന്ന് ഞാൻ പിന്മാറും. എങ്ങനെ പിന്മാറാ? ഇത്രയും ആൾക്കാരെ വിളിച്ചു കൂട്ടി പയ്യനെ വന്ന് നിൽക്കുന്നിടത്ത് എങ്ങനെ പിന്മാറാ? ഇല്ലില്ല, നിന്റെ സ്നേഹം സത്യസന്ധമാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. ഞാൻ ഇപ്പൊ ചെന്നിട്ട് എന്താ അവിടെ പറയാൻ പോകുന്നതെന്നറിയോ? ഇല്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അച്ഛൻ എന്നോട് ചോദിക്കും, മറിയാനോയെ കെട്ടാൻ സമ്മതമാണോന്ന്. അപ്പോഴും ഞാൻ സമ്മതമല്ലെന്ന് പറയും. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ വന്ന് നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു ആ പാവപ്പെട്ട ചെറുക്കൻ എന്ത് കഴിച്ചു? ഇല്ല, ഞാൻ ഇനി ഒരാളുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ സുധിയുടെ. അത് വിടറി നിസ്സാര കാര്യത്തിന്. വീണ്ടും ഇല്ല, ഈ എന്റെ സ്നേഹം സത്യസന്ധമാണെന്ന് എനിക്ക് തെളിയിക്കണം സുധി. ഇനി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ സുധിയുടെ കൂടെ മാത്രമായിരിക്കും. സുധിയുടെ കൂടെ മാത്രമായിരിക്കും. പയ്യൻ പറഞ്ഞടി, പയ്യൻ പറഞ്ഞു. എന്താ പറഞ്ഞു നിന്റെ പയ്യൻ? ഇതാരാ? ഫ്രണ്ടാ. എന്റെ ഫ്രണ്ട് കയറി. ഹലോ, ഹലോ, ഞാൻ സുധി. ഇവളുടെ തിക് ഫ്രണ്ടാണ്. തിക്ക് ഗ്രേവി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഉള്ള ആള് അല്ല എന്ന് വെച്ചാ തിക്കെന്ന് പറഞ്ഞാൽ അത്രയും നല്ല ബന്ധമുള്ള ആള്. ഓ, അങ്ങനെ. സുധിയുടെ ഫാമിലി ഒന്നും വന്നില്ല? എനിക്ക് ഫാമിലി ഇല്ല. അതന്നെ. കല്യാണം കഴിച്ചില്ലേ? ഇല്ല, കല്യാണം കഴിച്ചു. എന്ത് പറ്റി? എനിക്കൊരു ചെറിയ പ്രേമമൊക്കെ ഉണ്ടായിരുന്നു. അവളെ തേച്ചിട്ട് അങ്ങ് പോയി. അതെ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എത്രയൊക്കെ തീറ്റിപ്പോറ്റി വളർത്തിയാലും നാളെ വേറെ ഒരുത്തൻ വന്ന് അങ്ങ് കൊണ്ടുപോകും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്. കൊറേ മെനകെട്ട പെമ്പിള്ളേരിറങ്ങിയുണ്ട്. നമ്മളെ കയ്യിലിരിക്കുന്ന കാശ് മൊത്തം ഊറ്റിയെടുക്കും, എന്നിട്ട് തേച്ചങ്ങടെ ഒട്ടിക്കും. ഈ വക പെണ്ണുങ്ങളെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇല്ല. തെരണ്ടിവാലില്ലേ, തെരണ്ടിവാലില് അടിക്കും. കൊണ്ടാ നിനക്ക്? ഇല്ല, പിന്നെ കഴിഞ്ഞില്ല. എന്നിട്ട് കാലെ പിടിച്ച് വലേച്ച കീറി ഉപ്പിങ്ങനെ പെരട്ടിയിട്ട്
കടലിന്റെ മണപ്പുറത്ത് ഉണക്കാനിറങ്ങി ഇങ്ങനെ ഇടണം. അപ്പൊ നമുക്കത് കാണുമ്പോ നല്ലൊരു ഹരായിരിക്കും. അല്ല കിടിക്കും കിടിക്കും കിടിക്കും. പിന്നെ സുധി, പ്രേമത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വേറെ കേസ് വിട്ടുപോയി. നിനക്ക് ഇങ്ങനെ വല്ല പ്രേമം മറ്റും ഉണ്ടായിരുന്നു? പായൊക്കെ നമുക്ക് വിരിക്കാം. അതവിടെ നിൽക്കട്ട്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിനക്ക് വല്ല പ്രേമം ഉണ്ടായിരുന്നു? എനിക്കങ്ങനെ പ്രേമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പ്രേമിക്കാനുള്ള അവസരമൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ എപ്പോഴും ഒരു വാച്ചിങ് ഉണ്ടായിരുന്നു പേരൻസിന്റെ ഭാഗത്തുനിന്ന്. ഇപ്പൊ എനിക്ക് അതൊക്കെ ഒരു കുറ്റബോധമായിട്ട് തോന്നുന്നുണ്ട്. അന്ന് അതൊന്നും നടന്നില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം കേട്ടോ. എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാന്നുള്ളൊരു കൊച്ചായിട്ട് പറയാം. അതെ, ഇവളെ വിശ്വസിക്കാം. ഇവളെ വിശ്വസിച്ച് ഒരിടത്ത് കൊണ്ടാക്കിയിട്ട് പോയാൽ തിരിച്ചു വരുമ്പോ ഉണ്ടെങ്കിൽ ഉണ്ട്. നല്ല പെൺകൊച്ചാന്ന് പറയായിരുന്നു. പിന്നെ പോലൊരു പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടിയത് തന്നെ മഹാഭാഗ്യ. കാര്യം ഇവിടെ കിട്ടണമെങ്കിൽ ഒറ്റക്കാലി തപസ് ചെയ്യണം. ഒന്നു സുഹൃത്തെ, നമുക്കത് പറ്റില്ല. കാരണം ഒറ്റക്കാലിൽ നിന്ന് എനിക്ക് ബാലൻസ് കിട്ടൂല. പിന്നെ ഇവിടെ ഞാൻ കെട്ടിക്കഴിഞ്ഞല്ലോ, ഇവിടെ പൊന്നുപോലെ രാജകുമാരിയായിട്ട് ഞാൻ വഴിക്കും. എടാ, എന്നെ ഇട്ടുമൂടാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. ഇട്ടുമൂടാനുള്ള പണമുണ്ടോ? എന്നെ 2000 രൂപയുടെ ചില്ലറ മതിയില്ലേ? എന്റെ കാലിന്റെ നഖം പോലും കാണുക മൊത്തം മൂടി. പിന്നെ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്നുകൊണ്ട് കാര്യമില്ല. സമയമായി. പിന്നെ സുധി, ഊണ് കഴിച്ചിട്ടേ പോകാവുള്ളൂ. ചേട്ടൻ നടന്ന വേഗം വരണേ. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. സത്യമായിട്ടും ഞാനിപ്പോ അവിടെ പോയിട്ട് പറയും സമ്മതമല്ലെന്ന്. എന്നെ വിശ്വസിക്കൂടാ. എന്നാലും എനിക്കെന്തോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എന്നെ വിശ്വാസമില്ല? വിശ്വാസമാണ്. ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ? ഞാനിവിടെ കാത്തിരിക്കും. ശരി, അല്ലെങ്കിൽ വേണ്ട, പോയിട്ട് ഇടയിൽ അവളെ ഞാൻ ഇറങ്ങി വരുമ്പോ ഇപ്പൊ ഓടയും വേണം. ബിരിയാണി വല്ലതും കഴിച്ചിട്ട് നിൽക്കുക, അല്ലെങ്കിൽ വഴിയിൽ വണ്ടി ഇറങ്ങി തിന്നേണ്ടി വരും. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു, ഭൂമിയിൽ പ്രാവർത്തികമാകുന്നു. കടപ്പളാമുട്ടത്ത് മത്തായിയുടെ മകൻ മരിയോനായ ദൈവനാമത്തിൽ നിന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുവാൻ പെരുഞ്ചീരകപ്പറമ്പിൽ ജോണിക്കുട്ടിയുടെ മകൾ റൂബിക്ക് സമ്മതമാണോ? 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 100 വട്ടം സമ്മതം. പെരുഞ്ചീരകപ്പറമ്പിൽ ജോണിക്കുട്ടിയുടെ മകൾ റൂബിയെ ദൈവനാമത്തിൽ നിന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുവാൻ കടപ്പളാമുട്ടത്ത് മത്തായിയുടെ മകൻ മരിയാനയ്ക്ക് സമ്മതമാണോ? 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 സമ്മതമല്ല. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ബുദ്ധി? എങ്ങനെയുണ്ടായിരുന്നു എന്റെ ബുദ്ധി? എന്ത് ബുദ്ധി? ഞാനിപ്പൊ അവിടെ സമ്മതമല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛനും ഇടവകക്കാരും മൊത്തവും കൂടി എന്നെ കൊല്ലാൻ വന്നേനെ. ഇതിപ്പോ എന്റെ മറിയാനോ അച്ഛനെ കൊണ്ട് ഞാൻ അങ്ങ് പറയിപ്പിച്ച്. അടിപൊളി. റൂബി, നിന്റെ മറിയാനോ അച്ചായ. എടീ, നിനക്ക് മറിയാനോ അച്ചാൻ അറിയാമോ? എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചവനാണ് ഈ മറിയാനോ അച്ചായ. ഇവൻ നമ്മളെ ഡിഗ്രിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്റെ എവന്റെയും കൂടെ ഉള്ള കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ ഇട്ടപ്പോഴേ നിന്റെ പേര് ഞാൻ നോട്ട് ചെയ്താ. യവനെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞ് പെണ്ണ് അത് തന്നെ അളിയാ, കൺഫേം. എന്നിട്ടും ഒരു പെണ്ണല്ലേന്ന് കരുതി ഞാൻ ക്ഷമിച്ച്. അപ്പോഴും ഞാൻ വെറുതെ ഇരുന്നില്ല. എന്റെ കൂട്ടുകാരനെ ചതിക്കുന്ന തെറ്റല്ലേ എന്ന് തോന്നി. ഞാൻ ഇവന്റെ അടുത്ത് നിന്ന് ഉള്ള കാര്യമെല്ലാം പറഞ്ഞു. അപ്പൊ അവ എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയാമോ? അളിയാ, എന്ത് വന്നാലും നിന്റെ കൂടെ ഞാൻ ഉണ്ട്. ഓഹോ, നിങ്ങൾ ഇതെല്ലാം കൂടെ എനിക്കിട്ട് പണിഞ്ഞതാണ്. അതെ അതെ. എങ്ങനെ മറിയാനോ? ഈ പേര് എനിക്കല്ല ചേർന്ന്, നിനക്കാ. നീയാണ് എങ്ങോട്ടും അറിയണം എന്നറിയാൻ പാടില്ലാണ്ട് നിൽക്കണത്. അല്ലെങ്കിലും ഈ ലോകത്ത് ഒരാണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എന്തോ എങ്ങനെ? ചുമ്മാ. നല്ലൊരു ഉഗ്രം കൈയടി. നല്ല കിടില സ്കിറ്റായിരുന്നു ബിജുക്കുട്ടൻ ചേട്ടാ.
പ്ലീസ്. അല്ലടാ ഞാൻ ആദ്യം പറയാടാ. പറഞ്ഞോ. ഇത്രയും തേക്കാൻ പറ്റിയൊരു പെണ്ണിനെ എവിടെ കിട്ടൂടാ? നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല, അതായത് നമുക്കൊരു ഇഷ്ടപ്പെടുന്ന മനസ്സിനെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സ്കിറ്റാണ്. കാര്യം ഇത് പുറത്തുള്ള ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ഒരു മനസ്സിലേക്കൊരു കുളിർമഴ കൊടുക്കുന്ന പോലത്തെ ഒരു സ്കിറ്റായിരുന്നു. നല്ല ഡയലോഗുകൾ, സെറ്റപ്പ് നല്ലത്, ഒരു കല്യാണ സിറ്റുവേഷനെ എല്ലാം കൊണ്ട് 3 പേര് അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. താങ്ക് യു നസീർക്ക. വിജുകോട്ട ചേട്ടാ. പ്രദീപേ, സൂര്യ, ശ്രീജു നന്നായിരുന്നട്ടാ. നല്ല വൃത്തിയുള്ള സ്കിറ്റായിരുന്നു. അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു വിട്ടുതന്നെ ഈ പള്ളിയുടെ അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ സൂര്യയുടെ ഈ കോസ്റ്റ്യൂമും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ആ പള്ളിക്ക് അനുസൃതമായിട്ടുള്ള നല്ല രസമായിട്ടുണ്ട്. ഒരു മണവാട്ടി അങ്ങനെ വരുന്നു, അതേപോലെ തന്നെ ആയിട്ടുണ്ട്. ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ വിചാരിച്ചത് ഒന്നില്ലെങ്കിൽ സൂര്യശ്രീ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ ഈ പ്രദീപിൻ്റെ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. പക്ഷേ അത് നല്ല രസമായിരുന്നു അത്. കാരണം പ്രദീപ് അങ്ങനെ പറഞ്ഞപ്പോൾ ഇനി എന്താവും, പ്രദീപ് ഇവിടെ വന്നിട്ട് എന്താവും. പക്ഷെ മനോഹരമായിട്ട് അത് ടേക്ക് ഓഫ് ചെയ്ത് അത് ലാൻഡിങ്ങിലെത്തി. നല്ല മനോഹരമായിട്ടുള്ള സ്കിറ്റായിരുന്നു. ശ്രീജുവിൻ്റെ അഭിനയം നന്നായിരുന്നു കേട്ടോ. ഒരുപാട് എന്താ പറയുക, കാമുകന്മാർ ഇങ്ങനെ ആവുന്നുണ്ട്. അതിൻ്റെ ആയിട്ടുണ്ട്, ആകാൻ കിടക്കുന്നു, ആയിക്കൊണ്ടിരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ. ബിജു, പ്രദീപ്, സൂര്യശ്രീ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുള്ള, അത് എന്നറിയാം, നിങ്ങൾ 3 പേരും, ശ്രീജു ആയാലും പ്രദീപ് ആയാലും സൂര്യശ്രീ ആയാലും നല്ല ഉഗ്രം ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റുകളാണ്. കാര്യം അതല്ലാതെ ഒരാൾക്ക് ഇത് കളിച്ച് കയറ്റാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാര്യം ഇതിനകത്തൊരു തേപ്പ് കിട്ടിയ ഒരു കഥ പറഞ്ഞു പോകുന്ന, പക്ഷേ അതിനകത്ത് നിങ്ങളുടെ പ്ലേ എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. പിന്നെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം വന്നത് അവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം ശ്രീനുവിൻ്റെ 2 വ്യത്യാസങ്ങളുണ്ട് പാട്ടിലുള്ള സാധനങ്ങൾ. അതൊക്കെ ഒരു പ്ലേ ആണ്. മൊത്തത്തിൽ ഇത് നിങ്ങൾ ഗംഭീരമായിട്ട് കളിച്ചു കേട്ടോ 3 പേരും. സൂര്യശ്രീനെ ഒന്നും എടുത്തു പറയേണ്ട ഒരു തീർച്ചയായിട്ടും ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. കാരണം കയ്യിൽ നിന്ന് പോകാതെ ഇത്രയും നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നല്ല കറക്റ്റായിട്ട് അത്രയും വലിയ ഡയലോഗൊക്കെ നമുക്ക് നമ്മളെ മനസ്സിലാവുന്ന രീതിയിലേ ഭയങ്കര രസമായിട്ടുണ്ട്. സൂര്യ, പ്രദീപ്, ശ്രീജു 3 പേരും അടിപൊളി. ഇനി ഇതുപോലെ നല്ല സ്കിറ്റുകൾ പ്രതീക്ഷിക്കുന്ന ഓൾ ദി ബെസ്റ്റ് 3 പേർക്ക് കേട്ടോ. താങ്ക് യു. അപ്പൊ ഈ നല്ല സ്കിറ്റിന്റെ നല്ല മാർക്സ് വായിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജുവിന്റെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫാമിലി ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലേക്ക് ശ്രീജുവിന്റെ ഫാമിലി മെമ്പേഴ്സിനെ സ്വാഗതം ചെയ്യുന്ന ഒരു നല്ല കൈയടി. അപ്പൊ ഇതാണ് ശ്രീജുവിന്റെ ഫാമിലി. ഒരു വലിയ കൈയടി. ശ്രീനു തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക എന്തൊക്കെയാണെന്നുള്ളത്. ഇത് അമ്മ അംബികാദേവി, അച്ഛൻ വിജയമോഹനൻ, ഭാര്യ അനുലക്ഷ്മി, സഹോദരി ശ്രീജയ, ഇത് സഹോദരിയുടെ മോൻ കുഞ്ഞുണ്ണി നമ്മൾ വിളിക്കും, ധനുർവേദ്. ഞങ്ങള് വിശേഷങ്ങളൊക്കെ ചോദിക്കാം അല്ലേ? അല്ല, ശ്രീജുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ഇതായി? ഫെബ്രുവരി 4 5 വർഷമായി. 5 വർഷം. അടിപൊളി. ഇടയ്ക്ക് ഗൾഫിലായിരുന്നു ജോലി? അതെ, ഗൾഫിലൊക്കെ. എത്ര വർഷം അവിടെ ജോലി ചെയ്തു? ഞാനൊരു കഷ്ടിച്ച് 1 വർഷത്തിനകത്ത് നിന്നോളിക്കാം. നമ്മുടെ വേദിയിൽ വന്നപ്പോഴേ ഇത് ഐറ്റം പേരിൽ വന്നപ്പം ഒരു നല്ല ഒരു മുത്തിനെ കിട്ടി. ശ്രീജു എന്ന് പറഞ്ഞ ഒരാളെ. നല്ല കലയുള്ള ഒരാള്, നല്ലൊരു സ്റ്റാർ ആകാനുള്ള കാലിബറുള്ള ഒരു ആർട്ടിസ്റ്റാണ് ശ്രീ. നമസ്കാരം. എങ്ങനെയുണ്ട് ശ്രീജു ഇവിടെ ഇങ്ങനെ ഓടി നടക്കുകയാണ്? അനുഭവങ്ങളെല്ലാം ശ്രീജു തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ്. അതെ. അപ്പം ദുഃഖത്തിൽ നിന്നും ഭഗവാൻ ഈ ഫ്ലോറിലെത്തിച്ച് അച്ഛൻ എന്തായിരുന്നു ജോലി? ഞാൻ പ്രിന്റിംഗ് ആയിരുന്നു. പ്രിന്റിംഗ്. ഇപ്പൊ പ്രിന്റിംഗ് എല്ലാം മതിയാക്കിയതിന് ശേഷം അറ്റാക്ക് ആയിരുന്നു എനിക്ക്. 4 വർഷത്തിന് ശേഷം മക്കള് ജോലിക്കൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കും. അമ്മ. നമസ്കാരം അമ്മ. നമസ്കാരം. എൻ്റെ പേര് അംബികാദേവി. മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷനിൽ കാഷ്വൽ സീപ്പറായിട്ട് വർക്ക് ചെയ്യണം. ഞാൻ നമ്മുടെ ഐറ്റം വേറെ ശ്രീജുവിന്റെ സ്കിറ്റ് മാത്രമേ കാണുള്ളൂ. ഞങ്ങളുടെ എല്ലാ സ്കിറ്റും മൊത്തത്തിൽ എങ്ങനെ ഉണ്ട്? അടിപൊളി. ശ്രീജുവിന്റെ കോമഡികളൊക്കെ നേരത്തെ മുതൽ ഇഷ്ടമായിരുന്നോ അതോ? ഞാൻ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് അച്ഛനെ അനുകരിക്കുമായിരുന്നു. അന്ന് ഞാൻ വഴക്ക് പറയും, കളിയാക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ഇത്രയും വലിയ നിലയിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇപ്പൊ എന്താ സന്തോഷമാണോ? സിൽവറൊക്കെ ഇപ്പൊ ഒരുപാട് കിട്ടുന്നുണ്ട് ഇവിടെ. അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും തരുന്നുണ്ടോ? സിൽവറൊക്കെ കിട്ടുമ്പോ എന്തെങ്കിലും കൊണ്ട് തരുന്നുണ്ടോ? തരുന്നുണ്ട്. യൂട്യൂബ് വർക്കാവണെന്ന് പറഞ്ഞ പുതിയ ഫോൺ വാങ്ങി കൊടുത്തു. എനിക്ക് ടി വിയിൽ കാണാൻ സമയമില്ല, ജോലി കഴിഞ്ഞൊന്ന് ഉറക്കമൊക്കെ ഉള്ളതാണ്. പിന്നെ ഒരു ഫോണൊക്കെ മേടിച്ചു കൊടുത്തു. ഇപ്പം ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പറഞ്ഞോ. ഞാൻ വർക്ക് ചെയ്യുന്ന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷനിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഒരു ഹായ് പറയണം. തീർച്ചയായിട്ടും. പിന്നെ
മോൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട്, നല്ല കൂട്ടാണ് ഞാനുമായിട്ട്. ആ. ആ കുട്ടിയുടെ പേര് രേഷ്മ എന്നാണ്. ആ. അത് ജർമ്മനിയിലെ നഴ്സാണ്. അതിനൊരു ഹായ് പറയണം. ഓക്കെ ഇപ്പൊ സമുന്നതി ഓഫീസിൽ, അതായത് ഞങ്ങളുടെ ശ്രീജുവിന്റെ അമ്മ വർക്ക് ചെയ്യുന്ന സമുന്നതി ഓഫീസിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഞങ്ങളുടെ 4 പേരുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഒപ്പം ശ്രീജുവിന്റെ കൂടെ പഠിച്ച ജർമ്മനിയുള്ള രേഷ്മയ്ക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി, ആശംസകൾ. ഹായ് ഹായ് ഹായ്. അതെ അതെ. ഹാപ്പി അല്ലമ്മ? ആ, മതി. ഇനിയിപ്പോ ശ്രീജുവിന്റെ വൈഫിലേക്ക് അതെ. ഹലോ പറയൂ. വൈഫ് അനു പറയടാ. അനു, എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? പ്രേമിച്ചുള്ള കല്യാണമായിരുന്നോ? അനു വെട്ടി തുറന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നസീർക്ക് പറയൂടാ. പറയൂ അനു. മൈക്ക് കുറച്ച് അടുപ്പിച്ചു ഒരെണ്ണം പോലും പുറത്തു പോകും. അതെ. ഞാൻ ഇവിടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാം. പുതിയതൊന്നും ആ കഥയായിട്ട് മാച്ച് ആവോ നോക്കണം. അതെ. നീ ഇന്നലെ വന്നല്ലടാ, പ്ലാൻ എല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അല്ല അതല്ല അതല്ല സന്തോഷമൊക്കെ ഞങ്ങൾക്ക്. വിവാഹം പ്രണയമായിരുന്നോ? അതെ. അങ്ങനെ പ്രണയ വിവാഹം എന്ന് പറയാൻ പറ്റില്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? അങ്ങനെയും പറയാൻ പറ്റില്ല. പിന്നെ പൊളിച്ചോട്ടം. ഞങ്ങൾ ഒരുമിച്ചൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ. അപ്പൊ അങ്ങനെ കണ്ട് ആ. അവിടുന്ന് തുടങ്ങി ഇപ്പൊ കലാകാരിയാണല്ലേ? ചെറുതായിട്ട്. അല്ല, നല്ല ആർട്ടിസ്റ്റാണ് അനു. അനു നാടകത്തിൽ അഭിനയിച്ചോണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഓക്കെ. കരുനാപ്പള്ളിയിലാണ് നിങ്ങളുടെ വീടല്ലേ? ഞാൻ പറഞ്ഞില്ലേ നസീർക്ക് പറയൂന്ന്. സീരിയൽ അഭിനയിച്ചിട്ട് സീരിയൽ ചെയ്തിട്ടുണ്ടോ? സീരിയൽ ചെയ്തോണ്ടിരിക്കുന്നല്ലേ? ഓക്കെ. ഇത് സിസ്റ്റർ അല്ലേ? ശ്രീജുവിന്റെ സിസ്റ്റർ. ഓക്കെ. പേരെന്താണ്? ശ്രീജയ. ശ്രീജയ. എന്ത് ചെയ്യണ് കൊച്ചിൻ ഷിപ്പ് അവിടെ? എന്തായിട്ടാ? അവിടെ ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് ആയിട്ടാണ്. ഓക്കെ. ഞാൻ അവന്റെ മിമിക്രി അല്ല, ഒരു കഥയുണ്ട്. അല്ല, അനുവിന്റെ കഥ ബാലൻസ് മറ്റേ അതിന്റെ അത് നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറി വിശേഷങ്ങൾ പറഞ്ഞു. അനു പറയൂ, എന്തായിരുന്നു ഷോർട്ട് ഫിലിമിന്റെ പേരെന്തായിരുന്നു? ഞാനാണെങ്കിൽ മുഴുവനും പറഞ്ഞു. ഫിലിമിന് പേരും ഇല്ല, അതോട്ട് ആ ഷോർട്ട് ഫിലിമിന് പേരുണ്ട്, ഒരു കള്ളന്റെ കഥ എന്നായിരുന്നു അത് സത്യമാക്കരുത്. ഒരു കള്ളന്റെ കഥ എന്ന ഷോർട്ട് ഫിലിമിന്റെ. അതിൽ ഞാൻ ഇവളുടെ കള്ളക്കാമുകനുമായിരുന്നു. ഞാൻ ഇവിടെ ചെല്ലുമ്പോ ഇവിടെ ആദ്യം ഫസ്റ്റ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവളെ കൊന്ന് ആ ഷോർട്ട് ഫിലിമില് ചാക്കി കെട്ടി ഒരിടത്ത് കൊണ്ട് കളയാൻ പോവുക. ഞാൻ ഇവളെ ആദ്യം കാണുമ്പോ ചാക്ക് കഴിച്ചിട്ട് ഇവളെ കാണുന്നത്, ഫസ്റ്റ് ഇവളെ കാണുന്നത് അന്നേ ചാക്കിലാക്കി. അന്ന് പിന്നെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവളുടെ അടുത്ത് അല്ല പറഞ്ഞത്, ഇവളുടെ അമ്മയും സഹോദരനും കൂടെ വന്നത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പെൺകുട്ടി എനിക്ക് ഇഷ്ടമാണ്, താല്പര്യം ഉണ്ടെന്ന് ചോദിച്ച്. അപ്പം പറഞ്ഞ അച്ഛനാണ് തീരുമാനം എടുക്കുന്നത്. അച്ഛൻ ഇവിടെ അല്ല, അച്ഛൻ ബഹ്റിനിലാണ്. പുള്ളിക്കാരൻ വന്നപ്പോ എന്നെ വിളിച്ചു. അപ്പൊ എനിക്ക് അറിയില്ല ഇത് പുള്ളിയാണെന്ന്. ഹലോ, ഞാൻ മണിയമ്പിള്ളയാണ്. ഞാൻ പറഞ്ഞ അതിന് ഞാൻ എന്ത് വേണോടാ? അങ്ങനെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഹലോ, ഞാൻ അനുലക്ഷ്മിയുടെ അച്ഛനാണ് എന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു വന്നിട്ട് പിന്നെ ഞങ്ങൾ പോയി പെണ്ണ് കണ്ട് കല്യാണമായിട്ട് നടത്തി. അനു പറയും, ഇതാണ് ഞങ്ങളുടെ അല്ല, അവൻ മോൻ തരികയല്ല, അവൻ മോൻ എന്നെ കൊണ്ടാണ് ഒരു കഥ പറയുന്നത്. ഈ പറഞ്ഞതൊക്കെ ഉള്ളോ കഥ? അത്ര ഉള്ള കുഴപ്പമില്ല അല്ലേ? പിന്നെ വിട്ടേക്കാം. ഇനി ഒരു മിനിറ്റ്, മെയിൻ ആളുണ്ട്. ഹലോ പറഞ്ഞോണ്ട്. ഹലോ. ഇവരെന്നെ പിടിച്ച് ഇടിച്ചേര്. സത്യം. എടാ സൂര്യശ്രീ, ഞാൻ പാട്ട് പാടുന്നു എന്നോട്. എന്തുവാ പേര്? ധന്നൂർ പേര്. പാട്ട് പാടോ? ഒരു പാട്ട് പാടിയേ. ഇത്ര നേരം ഞാൻ എപ്പോഴാ പാട്ട് പഠിക്കാൻ ചോദിച്ച ആളാണല്ലോ. ഒരു പാട്ട് പഠിക്കും. അടിപ്പായം കമ്മളനെ കൈപ്പച്ചും കത്തടനെ കുടുപ്പായും കമ്മളനെ കൈപ്പച്ചും കത്തടനെ കുടുപ്പായും കമ്മളനെ. നല്ല പാട്ട്. ഇത് ഏതായിരുന്നു പാട്ട്? നല്ല പാട്ട്, നല്ല കൈ. ഓ, അടിപൊളി. കുഞ്ഞു വേറെ ലെവൽ. അല്ല, മിമിക്രി ഉണ്ടെന്ന് തോന്നുന്നു. മിക്സി ഓൺ ചെയ്ത് കാണിച്ചോട്. അടിപൊളി. കലക്കം മിക്സി. ചെറിയ ചമ്മന്തിക്ക് ഒക്കെ ആയിരിക്കും. കാഞ്ചനയുടെ ഡയലോഗ് പറഞ്ഞാൽ നിർത്താം. മരം മിമിക്രി കഴിഞ്ഞിട്ടില്ല. ചെറിയ മരമാണ്. വെച്ചാണ് നമ്മൾ മരവും മുറിച്ചത്. ഇനി കാഞ്ചനയുടെ ഡയലോഗ്. ഒരു സൈഡ്. അടിപൊളി. അപ്പൊ നമുക്ക് സ്കിറ്റിന്റെ മാർക്സ് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒത്തിരി സന്തോഷം. ഇനി ഞങ്ങളുടെ ഷോ വീട്ടിലിരുന്ന് കാണണം. ഓക്കെ, അപ്പോ സ്കിറ്റിന്റെ മാർക്സ് അല്ലേ വിജുക്കോട്ട ചേട്ടാ? എത്ര മാർക്ക്? 15,000 രൂപ. പ്രചോദേട്ടാ? ഞാൻ കുറയ്ക്കുന്നില്ല, ഞാൻ ഒരു 15 രൂപ. ഓ, ടോട്ടൽ 30,000 രൂപ. നസീർക്ക, നല്ല കനത്തിൽ. ഞാൻ പിന്നെ കനത്തി കൊടുക്കാതിരുന്ന മോശമല്ലേടാ? തീർച്ചയായിട്ടും. ടോട്ടൽ എമൗണ്ട് 30,000 രൂപ. നല്ലൊരു എമൗണ്ട് ആണ്. പക്ഷെ നമ്മൾ അടുത്ത പ്രാവശ്യത്തിൽ കൂടുതൽ വാങ്ങിക്കുന്നു. ഓക്കെ, ശരി. മണവാള റൂബി.
ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലെ ചെറിയ വലിയ ടീം വരുന്നു സ്റ്റാർസിന്റെ ടീം വരുന്നു. ഓക്കെ, ആരൊക്കെയുണ്ട്? വലിയവർക്കൊപ്പം കട്ടക്ക് നിൽക്കാൻ ലെറ്റ്സ് വെൽക്കം ദേവി ലക്ഷ്മി, ദേവനായിട്ട് സൈന്ദവ് ആൻഡ് അനന്യ. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. എന്റെ ഈശ്വരാ, ഇന്നെങ്കിലും ഞാൻ മനസ്സ് വിചാരിക്കുന്ന കാര്യം അതേപോലെ നടക്കണേ. ടോസ് ഇടുമ്പോ ഹെഡ് തന്നെ വീഴണേ. ദൈവമേ, അയ്യോ, ഡെയിലി വന്നപ്പോ തന്നെ അങ്ങ് ചതിച്ചല്ലേ എന്റെ ഈശ്വരാ. ഇനി ഞാൻ ഹെഡ് വീഴുന്നവരെ ഇവിടെ നിന്ന് പുഴുങ്ങും. അതുകൊണ്ട് പെട്ടെന്നൊന്ന് ഹെഡിട്ട് തരണേ എന്റെ ഈശ്വരാ. ദൈവമേ, ഹെഡ് വീഴണേ. അയ്യോ അയ്യോ, ഹെഡ് വീടേ. ഇന്ന് ഞാൻ ഒരുത്തനെ ഇവിടെ വെച്ച് പറ്റിക്കും. അയ്യോ, ഇത് ആരാ ഇരിക്കുന്നേ? കാറ്റുവെള്ളം വന്നിരിക്കണാണ്. എന്റെ കടയിൽ വിൽക്കാൻ വന്ന രമണി ചാച്ചി, ഇത് ആരാന്നല്ല മനസ്സിലായോ? നമ്മുടെ മറ്റേ ഐറ്റം വരുന്ന ഒരു പ്രോഗ്രാം ഇല്ലേ, അതിലെ ആരായിരുന്നു? അയ്യോ, അത് ഞാനങ്ങ് മറന്നുപോയി. ഈ കപ്പലിൽ നിന്ന് കടലിലോട്ട് എടുത്തൊരു സാധനം ഇല്ലയോ? അയ്യോ, വേസ്റ്റ് അല്ല, വേസ്റ്റ് അല്ല, അതിനെന്തിനാ പറയും? ചേട്ടാ, അത് ആങ്കർ അല്ല, അവതാരകൻ. ആങ്കർ. ഞായറാഴ്ച ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഫ്രീ ആണോ? ഞായറാഴ്ച ഫ്രീ ആണോ? അന്നേരത്തേക്ക് ഞാൻ വീട്ടിലോട്ട് വരും. അന്നേരം എന്നെ ട്യൂഷൻ എടുത്താൽ മതി. ഇപ്പൊ എന്നെ ട്യൂഷൻ എടുക്കണം. ഹലോ ഹലോ ഹലോ, അതെന്നെ വർത്താനമാ. ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറയണം, അല്ലാതെ മനുഷ്യന്റെ മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ല കേട്ടോ. What did you say? Buggers. Maybe a poor coolies, trolley pickers, but we are not a buggers. Sorry sir. എന്താ പറ്റി? ബാക്കി മറന്നുപോയി. അതാണ് ഇപ്പൊ ഇവിടുത്തെ വിഷയം. ഈ കേരളത്തിൽ എന്തെല്ലാം ബിസിനസ്സിനാ ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഞാൻ ചെയ്തത്ര ബിസിനസ് ഈ ലോകത്ത് അമ്പാനി പോലും ചെയ്തിട്ടില്ല. ഞാൻ കടമെടുത്ത് ഈ ബീച്ചിന്റെ തീരത്തായിട്ട് ഒരു കുളത്തിൽ മോര് കച്ചവടം തുടങ്ങി. അത് തുടങ്ങിയതിന്റെ അന്ന് തന്നെ ഹെൽത്തുകാർ വന്നിട്ട് 1 ലക്ഷം രൂപ എന്റെ പേര് പെറ്റി അടിച്ചു തന്നത്. ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാ എന്റെ പേര് 1 ലക്ഷം രൂപ പെറ്റി അടിച്ചു തന്നെന്ന്. എന്നാലും ഓഫീസർ എന്നോട് പറയുക, അസ്ഥി ഒഴിക്കാൻ കുളത്തിലാണോ നീ മോര് കച്ചവടം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എന്തായാലും അത് വെറുതെ ഒഴുകി പോവല്ലേ, അതുകൊണ്ട് അങ്ങ് എടുത്തതാന്ന്. അങ്ങനെ തർക്കുത്രം പറഞ്ഞവര് വീണ്ടും 1 ലക്ഷം രൂപ എന്റെ പേര് പെറ്റി അടിച്ചു തന്നു. മൊത്തത്തിൽ 2 ലക്ഷം രൂപ എന്റെ പേര് കടവായത്. അല്ല, ഞാൻ അതുകൊണ്ട് നുള്ളിപ്പെറുക്കി എന്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ഈ ബോട്ട് വാങ്ങിച്ച് ഇന്ന് വാങ്ങിച്ചത് ഫസ്റ്റ് ഓട്ടോ. ഇതിന് പേരിട്ടിട്ടില്ല. ബിരിക്കട്ടും ഞാൻ ഒരു നല്ല പേരിട്ടതിന് നല്ലതായിരിക്കും. അല്ല, ഒരു കാര്യം ചെയ്യ്, ടൈറ്റാനിക് നിന്നിട്ടോ. ടൈറ്റാനിക് കടലിലോട്ട് ഇറക്കിയ അന്ന് തന്നെ ഒരേ ഒരു പോക്ക് വരെ സാധനത്തിന്റെ പേരാണ് എന്റെ വണ്ടിക്ക് വരുന്നത്. അതുമല്ലാതെ മോശമായിപ്പോ. ഞാൻ വല്ല വേറെ എന്റെ വണ്ടിക്ക് പേരിടാൻ വന്നേക്കുന്നു. അല്ല, ഞാൻ ഏറ്റവും വലിയ നല്ല പേര് പറഞ്ഞു കൊടുക്കുന്നത്. പൊട്ടിപ്പാറണ തേരാണേ, ആഘോഷത്തേരാണേ, ആരാടണ ധാരാണേ, ആകാശ കൂടാണേ, ഇതിലേ വരു നീ മധുചന്ദ്രികയേ, ഇവരിൽ ദൈവമേ, ആദ്യമായിട്ടാണ് ഒരു ഗൈഡായ എന്റെ കൂടെ ഒരു മദാമ നിന്ന് ഡാൻസ് കളിക്കണത്. മാഡം, വെൽക്കം മാഡം. ദിസ് ഈസ് കോവളം ബീച്ച്. ഓൾ പീപ്പിൾ ഈവനിങ് കം ടു ദിസ് സൈറ്റ്. വൗ, സോ ബ്യൂട്ടിഫുൾ. അയ്യേ, എന്തറില്ലോ ചവിട്ടി. അപ്പൊ മാഡത്തിന് മലയാളം അറിയാമോ? കുറച്ച് പറയും. ഒരച്ച് പറയുന്ന പട്ടിയോ? അല്ല മാഡം, കേരളത്തിൽ വന്നിട്ട് എത്ര നാളായി? 2 years ആയി. മാഡം, കേരളത്തിൽ എന്തിനാണ് വന്നത്? അതെനിക്ക് ഇവിടുത്തെ കലാരൂപങ്ങളെ കാണാനും പിന്നെ നാട്ടുകാരെ പറ്റിക്കാനും വന്നതാണ്. പറ്റിക്കാനാ വല്ല പഠിക്കാനും വന്നതാണ്. എന്തായാലും മാഡം, മാഡത്തിന് മലയാളം അറിയാന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴേ പറഞ്ഞതേ നന്നായി കേട്ടോ. അല്ലെങ്കിലേ ഇത് എവിടെ ചെന്ന് നിൽക്കുവന്ന് എനിക്കൊരു പിടിയുമില്ലായിരുന്നേ. മാഡത്തിന് മലയാളം അറിയാന്നുള്ള കാര്യം ഞാനും മേഡവും മാത്രം ഉറങ്ങിയത് കേട്ടോ. വേറെ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാ മാഡം ഇംഗ്ലീഷ് തന്നെ അങ്ങ് സംസാരിച്ചാൽ മതി. എന്താടാ, നിങ്ങൾ പുതിയ കോളേജായിട്ടാണോ വന്നേക്കണേ? നിങ്ങൾ ഈ മീശയ്ക്ക് ഒരു സ്റ്റിക്കൂടെ വെച്ചു കൊടുക്കാൻ എന്തിന് ഫ്രഷ് വെച്ചാലും ഉപയോഗിക്കാറുന്നല്ലേ? ഇംഗ്ലീഷൊക്കെ
അവസ്ഥ പറ. അതെന്താടാ ഇനി നിനക്കൊന്നും പറയാൻ വയ്യേ? ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. അത് നിന്റെ യു കം ഫ്രം പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. പിന്നെ ഇത് എവിടം വരെ പോണെന്ന് ഞാനൊന്ന് നോക്കിയതാ. പൂവർഗായ് മാഡം, വാട്ട് ഡു യു സേ? തുടങ്ങി. കൊറേ കാലമായിട്ട് ഞാനിത് കേൾക്കണം. റിപ്പീറ്റ് അടിച്ച് ഏതെങ്കിലും ഒരു മദാമേ സാഹിബിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും അങ്ങാടിയിലെ ജയന്റെ ഇംഗ്ലീഷ്. നിനക്ക് ഇത് മാത്രമേ അറിയത്തുള്ളടേ. ഈ വിറ്റ് പോവണ്ട എന്റെ അണ്ണ. മേഡത്തിന് ബോട്ടിങ് താല്പര്യം ഉണ്ടോ ചോദിച്ചാണ്. നെല്ല് അവിടെ നെല്ല്, ഞാൻ ചോദിച്ചിട്ട് വരാം. മേഡം, ആർ യു ഇൻട്രസ്റ്റഡ് ഫോർ ബോട്ടിങ്? യെസ് യെസ്. ഓക്കെ മാഡം, ഓക്കെ. നോ നോ. മാഡം എസ് എസ് എന്നല്ലേ പറഞ്ഞേ? അണ്ണ എന്തൊരു നോ നോ എന്ന് പറഞ്ഞേ? മാഡം എസ് എസ് എന്ന് പറയും, പക്ഷെ ഞാൻ നോ നോ എന്നേ പറയുള്ളൂ. എടാ, എനിക്ക് നീ എങ്ങനെയാണെന്നോ ആരാണെന്നൊക്കെ അറിയാം, പക്ഷെ മേഡത്തിന് അത് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ കേട്ടോ. അത് മാത്രമല്ല, എനിക്ക് കടൽവെള്ളം കണ്ടാ പേടിയാന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഞാനും മേഡം പൊക്കോളാം. എങ്ങനെ ഇപ്പൊ ഞാനും മേഡവും കൂടെ പോണ്ട, ഞാനും കൂടെ വന്നിട്ട് പോയാൽ. എന്തോന്ന് ചോദിക്കാൻ? അവർക്ക് താല്പര്യം ഉണ്ടോ ബോട്ടിങ്? എടാ, മേഡത്തിന് താല്പര്യം ഇല്ല. സംശയമാണ്, നീ പോയി ചോദിച്ചു പോ. ചോദിക്കട്ടെ, പോ ചോദിച്ചു. ശ്രദ്ധിച്ചു കേട്ടോളാം. ഹായ് മേഡം. ഹായ്, യു കം ഫ്രം ഇംഗ്ലണ്ട്. ഹൗ ആർ യു? എങ്ങനെ? കൊള്ളാം കൊള്ളാം. ബാക്കി കളി പോ. മേഡം, കടൽ 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 കടൽ. ബോട്ടിംഗ് താല്പര്യം ഉണ്ടോ? നമ്മളെ രണ്ടും ബോട്ടിങ്ങിന് പോകാം. മനസ്സിലായില്ലേ? ബോട്ടിൽ കയറി കറങ്ങണം. ഞാൻ എന്തൊക്കെയാ പറയുന്നത്? ഡാൻസ് കളിക്കുന്ന എന്തൊരു ചെയ്യാനാന്ന് പറ. അണ്ണ ഈ പുല്ലിനോട് പറയണ്ട മലയാള ഭാഷ പറഞ്ഞാതി. അറിയത്തിലാണോ എന്തൊരു ചെയ്യുവണ്ണ ഇത്? ഞാൻ പറയാം, മാറങ്ങോട്ട്. ശരി, ഇനി എത്ര രൂപയാവും? ഇതിനൊരു 4500. 4500 രൂപ. എന്നിട്ട് ഇവിടെ 3000 രൂപ എന്നാണ് എഴുതി വെച്ചേക്കണേ. എന്റെ അണ്ണ 3000 രൂപ എഴുതി വെച്ചേക്കുന്നില്ലേ? നമ്മള് കടലിലോട്ട് പോയി ബോട്ട് തള്ളിപ്പൊളന്ന് വീണു. നിങ്ങളെ രണ്ടുപേരും ഞാൻ രക്ഷിക്കണം. അപ്പൊ എന്നാലും പൈസ ചോദിക്കാൻ പറ്റൂ? അല്ലട, ഇവിടെ ഈ മാഡത്തിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇത്രയ്ക്ക് വലിയ സേഫ്റ്റി ആയിട്ടിരിക്കണത്? അല്ലാണ്ട് ഈ പൈസയുടെ കാര്യം പറഞ്ഞു തീർക്കട്ടെ. അണ്ണ വേറെ മാറ്ററിലോട്ട് പോകട്ടെ. നിങ്ങളെ ഞാൻ രക്ഷിക്കാം. അന്നാലും എനിക്ക് പൈസ ചോദിക്കാൻ പറ്റൂല. അതാണ് ഇൻഷുറൻസ് കൂട്ടാ മതി. രണ്ടാമത് എന്തിനാ പറഞ്ഞേ? അതെ, എടാ, മാഡത്തിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാല് മൊത്തം കയ്യിന്നിട്ടല്ലേ? മാഡത്തിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ സേഫ്റ്റിയാണ് അതിന്റെ അകത്തിരിക്കണേ? എന്തൊരു സേഫ്റ്റി അണ്ണന്റെ ബോട്ടിനെ കുറിച്ച് ഒന്നും അറിയത്തോണ്ടാണ് അണ്ണൻ ഇങ്ങനെ പറയുന്നത്. 3 ലൈഫ് ജാക്കറ്റ് അകത്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങാനും കംപ്ലൈന്റ് ആയാലോ? എന്റെ അണ്ണ, കംപ്ലൈന്റ് ആയാലും നിങ്ങൾ തിരിച്ചുകൊണ്ട് തരും. ഞാൻ പുതിയ മേടിച്ചു തരും. എടാ, നിന്നെയൊക്കെ കൊണ്ട് എടാ, നമുക്ക് നല്ലൊരു സേഫ്റ്റി വേണ്ടേ? വേറെ 2 സാധനങ്ങളുണ്ട്. എന്തോന്നു? ഒരു 2 ബൈക്കിന്റെ ട്യൂബകത്ത് കാത്തടിച്ചു. നമ്മൾ 3 പേരില്ലേ? എന്റെ അണ്ണ, ഞാനും മേടോ ട്യൂബിനകത്ത് കിടക്കും. അണ്ണൻ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ എങ്ങനെയാടാ രക്ഷപ്പെടും? വാഴപ്പിണ്ടി വെള്ളത്തിൽ പൊങ്ങി കിടക്കും. അത് ഒരിക്കലും താഴെ കൊണ്ട്. ശരി, എത്ര രൂപയായിരുന്നു? 4500. ഞാൻ ചോദിച്ചിട്ട് വരാം. മാഡം, ഫോർ 1 റൈഡ് 6000 റുപ്പീസ്. 4500 പറഞ്ഞേ? അത് എന്റെ ഇൻഷുറൻസും കൂടെ ചേർത്ത് പറഞ്ഞതാ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മാത്രം പോണ്ട. എന്തൊക്കെയുണ്ട്? കടലിൽ തിമിംഗലമുണ്ട്, നീരാളിയുണ്ട്, നിങ്ങൾക്ക് വിരിയുണ്ട്, സ്രാവിനെ അണാക്കി കയറാം. സ്രാവിനെ കാണാം. സ്രാവിനെ തന്നെ നാക്കാൻ പറ്റുവാണല്ലോ എന്റെ ഈശ്വര. ഈ സ്രാവിനൊക്കെ ഭയങ്കര ചാർജ് ആയിരിക്കും അല്ലേ? ഈ സ്രാവിനെ വേട്ടയാടാൻ പോണവരെ കയ്യില് കോടികളായിരിക്കും കിട്ടണത്. അണ്ണൻ അറിയാത്തോണ്ടോ? ഓ, എന്നാ പിന്നെ നിനക്ക് സ്രാവിനെ പിടിക്കാൻ പൊക്കൂടെയാടാ? എന്റെ അച്ഛൻ കഴിഞ്ഞ വർഷം ഒന്ന് പോയതാ. പോണ്ട, ഇല്ല കാണുന്ന കടലിൽ കൂടെ വലിയൊരു സ്രാവ്. ഞാനും അച്ഛനോട് നിൽക്കുവാണേ. അച്ഛന്റെ കയ്യിൽ നിന്ന് ചൂണ്ട കൊടുത്തിട്ട് അച്ഛൻ കറക്കി സ്രാവിന്റെ മുതുകത്തോട്ട് ഒറ്റ സ്രാവ് അച്ഛനെ പിടിച്ചോണ്ട് ഇങ്ങനെ അങ്ങ് പോയി. അസ്തമസൂര്യനായപ്പോ ഒരു പൊട്ടുപോലെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ തിരിച്ചിങ്ങ് വീട്ടിൽ പോരും. അപ്പൊ അച്ഛൻ എവിടെയാണേ? അച്ഛൻ ഇപ്പോഴും ജീവിതത്തിൽ പോകാൻ അണ്ണം മേടിക്കണ്ട. ഇന്തോനേഷ്യയിലുണ്ട്. ഇന്നലെ നമ്മളെ വിളിച്ചായിരുന്നു. ഇന്തോനേഷ്യയിലോ? സ്രാവ് അച്ഛനെ പഠിച്ചോണ്ട് പോയത് ഇന്തോനേഷ്യയില. ഇന്നലെ കൂടെ വിളിച്ചായിരുന്നു. ഇന്ന് കേരളത്തിൽ വരാനുള്ള സ്രാവിനെ കാത്തവിടെ നിപ്പോണ്ടെന്ന് പറഞ്ഞു. അതുവല്ല
ഊടുതുണി അല്ലാതെ അങ്ങേറയിൽ വേറെ ഒന്നും. പിന്നെ മാർക്കോസ് കടലിൽ സ്റ്റോൺസ് ഉണ്ടാക്കുമോ? കടലിലില്ല, എന്റെ കയ്യിലുണ്ട്. അതെ സ്റ്റോണടെ കിഡ്നി സ്റ്റോൺ. ഈ സ്റ്റോൺ എന്തായാലും മാഡം അവന്റെ ഒരു ആഗ്രഹമല്ലേ, നമുക്ക് ബോട്ടിങ്ങിന് പോയാലാ? ഓക്കെ മാർക്കോസ്, ലെറ്റ്സ് ഗോ. അതിനും പറഞ്ഞ് പൈസ എടുത്തു. എടാ വന്നിട്ട് തന്നാ പോരാടേ. വരുമോന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പാ വല്ല ഉണ്ടോ? മഹാ ഉടായ്പ്. എന്റെ പൊന്നു മാഡം, ഞാൻ ഇവനെ കണ്ടപ്പോഴേ പറഞ്ഞാണ് ഇവ ഉടായ്പാണെന്ന്. നമുക്ക് ഇവന്റെ ബോട്ടിൽ കേറണ്ട. നിനക്ക് എന്തിന്റെ കേടാണ്? അവൻ നമ്മള് പോണ്. ഇനി ഇതുപോലെ വല്ല ഉടായ്പകളും വേറെ ആൾക്കാരുടെ അടുത്ത് കാണിച്ചോണ്ടല്ലോ. മേഡം നമുക്ക് വേറെ എവിടെ എന്തുവാണോ ഇത്? അയ്യോ, ഞാനില്ല ഈ പണിക്ക്. ഞാൻ വല്ല കപ്പണ്ടി കച്ചവടം ചെയ്ത് ജീവിച്ചോളാം. പിന്നെ എനിക്ക് ജീവിക്കണ്ടായോ? ഒരാടിപ്പൊളി കൈഡി. ഇതാണ് ഞങ്ങളുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. പ്രചോദേട്ട, സൈന്ധവേ, എന്തോ ദേവൻകുട്ട, ഓ അനന്യ, എന്തോ പോടി പൂരമായിരുന്നു കേട്ടോ. അടിപൊളി. അതായത് ഫസ്റ്റ് കൈഡ് തരേണ്ടത് നിങ്ങൾ ഇങ്ങനൊരു കണ്ടന്റ് എടുത്തതിന്, ഒരു ആശയം എടുത്തതിന് ഒരു ഉഗ്രം കൈഡ് തരികയാണ്. അവര് മൂന്നുപേര് ശശാങ്കനങ്ങൾ, അതിന് ഗ്രൂമസ്. ഓ തീർച്ചയായിട്ടും. അതിലുപരി ഇത് എല്ലാം സംഭവിച്ചു, കാര്യങ്ങളൊക്കെ ഓക്കെ. നിങ്ങളുടെ കളി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോലും തെറ്റാതെ എല്ലാം കറക്റ്റായിട്ട് കൗണ്ടറുകൾ കയ്യടി മേടിച്ച് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയെന്നുള്ളതാണ്. അനന്യ മോള്, നിങ്ങൾ രണ്ട് കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മോളെ ഇംഗ്ലീഷ് പറച്ചിലും അതെങ്ങനെ മലയാളത്തിലേക്ക് മാറി വരണം, പിന്നെ എന്തെങ്കിലും വിട്ടുപോയാൽ തന്നെ അത് നിങ്ങളത് മാറി മറിച്ച്, അതായത് അത് പോയിട്ടില്ല, കണക്ഷൻ പോകാത്ത രീതിയിലൊക്കെ അത് കറക്റ്റ് ചെയ്ത് സൈന്ധവ് അത് പൈസയുടെ കാര്യം പറയട്ടെ, അതിനുശേഷം മതി മറ്റേത് എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സാധനങ്ങൾ ഭയങ്കര ലൈഫായിരുന്നു. ആ സ്രാവിന്റെ കഥയൊക്കെ എന്ത് രസമായിട്ടാണ്. എല്ലാം തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കളിച്ചു. നല്ല ക്ലൈമാക്സും ആയിരുന്നു. ഭയങ്കര രസം, നല്ല ബ്യൂട്ടി ആയിരുന്നു കണ്ടിരിക്കാൻ കേട്ടോ. എങ്ങനെയുണ്ട് ബാക്കി കഴിഞ്ഞ സ്കിറ്റ് കണ്ടിട്ട് എന്ത് പറഞ്ഞ ആൾക്കാരൊക്കെ? നല്ലതായിരുന്നു, നന്നായിട്ട് ചെയ്യണം, ഇനിയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പറയൂ അല്ലേ? എന്നെ കാണുമ്പോ എല്ലാരും പറയണ സ്ഥിരമായിട്ട് ആൺവേഷം കിട്ടുന്ന കുട്ടിയാണിത്. ഞാൻ ചോദിക്കാണ്ടിരിക്കായിരുന്നു, നിനക്ക് ആൺവേഷം കിട്ടാൻ താല്പര്യം ഇല്ല. അല്ല, ഞാൻ എനിക്ക് എന്തെങ്കിലും കിട്ടിയാലും ഞാൻ ചെയ്യും. ആർട്ടിസ്റ്റിന്റെ അനന്യക്കുട്ട, എന്തൊക്കെ സ്കൂളിലൊക്കെ എന്ത് പറയുന്നു? ഓ, എനിക്കിപ്പോ സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. ജീവചേട്ടൻ കാരണം. എന്തെന്ന് വെച്ചാൽ, ഞാൻ ഒരു ദിവസം ബസ്സിൽ ഇരുന്നപ്പോഴേ ഒരു ചേച്ചി, ദേവിക എന്ന് പറയുന്ന ഒരു ചേച്ചി വന്നായിരുന്നു. എന്നിട്ട് പറഞ്ഞു സ്കിറ്റ് നന്നായിരുന്നു, അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയുവാ, ഓ നിനക്ക് ജീവചേട്ടനെ കാണാൻ പറ്റുന്നെന്ന് എന്ത് ഭാഗ്യവാ, എന്ത് ലുക്കാന്നൊക്കെ. എന്നിട്ട് ഞാൻ സ്കൂളിൽ ചെന്നപ്പോ ഫ്രണ്ട്സ് ചോദിച്ച്, ഓടി നീ ജീവചേട്ടനെ കണ്ടല്ലേ? അവർക്ക് എന്റെ സ്കിറ്റിനെ പറ്റി അറിയണ്ട, ജീവചേട്ടനെ പറ്റി അറിഞ്ഞാ മതി. ജീവചേട്ടനോട് ഫോട്ടോ ഒക്കെ എടുക്കാ. അല്ല, ഞങ്ങള് മൂന്നുപേരെ ഇവരാരും തിരക്കാറില്ല. എന്താ പറയാറുള്ളത്? എന്റെ സ്കൂൾ ഇവിടെ ഇല്ല, അവിടെ ആണോ? അതുകൊണ്ട് ഇവിടെ ആരും തിരക്കാറില്ല. ദേവു, സത്യം പറയടാ, എന്തൊക്കെ പറഞ്ഞു ഞങ്ങളെ കുറിച്ച്? എന്തൊക്കെയാ പറഞ്ഞത്? ജഡ്ജസിനെ പറ്റി എന്താ പറഞ്ഞത്? ജഡ്ജസിന് നന്നായിട്ട് പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ പ്രത്യേകിച്ച് കുറ്റമൊന്നുമില്ല. ഇല്ല. ജഡ്ജസ് നല്ല മാർക്കാണ് തരുന്നത്. പിന്നെ ജഡ്ജസിനെ കാണാൻ നല്ല ഗ്ലാമർ. പോരട്ടെ. അനനിക്കോട്ടെ എന്താ പറഞ്ഞേ? ഇല്ലാത്തത് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ദേവിയുടെ കൂട്ട് അങ്ങനെ പറയാനൊക്കെ പറ്റുന്നില്ല. അനനിക്കോട്ടെ, ജീവചേട്ടൻ പഠിപ്പിക്കാത്ത പറഞ്ഞു നീ ഇത്രയും പഠിപ്പിച്ചല്ല. അയ്യോ, നമ്മൾ അറിയാതെ വായിന്ന് വീണു, അതുകൊണ്ട് മനഃപൂർവ്വം ചോദിച്ചത്. ഓക്കെ, കഴിഞ്ഞില്ലേ? മാറ്റം കൊട് പറമ്പനെ. സൈന്ധവേ, ദേവി, അനന്യ പൊളിച്ചടിക്ക് കണ്ടു, പൊളിച്ച് അടിപൊളി. കാരണം കോസ്റ്റ്യൂം വരെ നമ്മുടെ കടപ്പുറത്ത് എന്താ ബീച്ച് അല്ലേ, ബീച്ച് വൈബ്സ്. അതെ, കറക്റ്റ്. അതുപോലെ തന്നെ നല്ല മൂന്നുപേര് നല്ല കട്ടക്ക് മത്സരിച്ചിട്ടാ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവനെ ഉടായ്പിന്റെ ആളാണ് ശരിക്കും പറഞ്ഞത് കേട്ടോ. ആദ്യത്തെ കച്ചവടം മോരുംവെള്ളം കച്ചവടം വരുന്നത്, അത് ഹസ്തി കൊണ്ടോ. എനിക്ക് ഇവന്റെ സ്വഭാവം വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് മോരുംവെള്ളം ആണോ എന്ന് സംശയം. മക്കളെ മൂന്നുപേര് ഇങ്ങോട്ടൊന്ന് വരാവോ? വാ, ഇങ്ങോട്ട് വാ. ചെല്ല് ചെല്ല് ചെല്ല്. അടിപൊളി അടിപൊളി. എന്താ വേണം?
ഗൈഡ് അവരെ ഇങ്ങനെ കൊണ്ടുവരൂ. മാഡത്തിന് സൂക്ഷിച്ചുണ്ടോ? ഉച്ചയും തല്ലി അവിടെ കിടക്കും. നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുമക്കളെ ആ. വലിയവരുമായിട്ട് മത്സരിച്ച് അങ്ങ് അഭിനയിക്കുക കേട്ടോ. തീർച്ചയായിട്ടും. അവർക്ക് അവർ തപ്പിയെടുക്കുന്ന സബ്ജക്റ്റുകളെ അവർ കൊണ്ട് അവതരിപ്പിക്കുന്ന കാര്യങ്ങളെ അവരൊന്നും പറയാറില്ല. ഞങ്ങൾക്ക് റിഹേഴ്സലിന് സമയമില്ലായിരുന്നു, ഞങ്ങൾ ഇന്നലെ അവിടെയായിരുന്നു, ഒന്നും പറയാറില്ല. കറക്റ്റ് പഠിപ്പിച്ച് കറക്റ്റായിട്ട് വന്ന് ചെയ്യുന്നുണ്ട്. അവരാര് ഗൈഡ് ചെയ്യുന്നോ, നമ്മുടെ ഗ്രൂമേഴ്സ് ആര് ഗൈഡ് ചെയ്യുന്നോ അവർ നല്ലതായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് മക്കൾ നമുക്ക് വേണ്ടി തരുന്നുണ്ട്. ഇത്രയൊക്കെ ഇവര് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് മാർക്സ് കൊടുക്കുകയും കൂടെ പൈസ കൊടുക്കുകയും കൂടെ ചെയ്യണം. ഓക്കെ, നസീർക്ക് ഐശ്വര്യമായിട്ട് തന്നു തുടങ്ങിക്കോ. ഞാനൊരു 20,000 രൂപ കൊടുക്കും ആദ്യം. ഓ, അത് കലക്ക് 20,000 രൂപ. പ്രചോദേട്ടാ 20,000 രൂപ കൊടുത്തു. ആ എന്നാ ഞാൻ 20,000 രൂപ കൊടുത്തു. 40,000 രൂപ ആയിട്ടുണ്ട്. ചേട്ടാ ടൈറ്റാനിക്കുന്ന പേരിട്ട പോലെ ആകരുത്. നല്ല അതേതായാലും ഒരു അബദ്ധം പറ്റിപ്പോയി, അതിന് ഞാൻ ഇതിനകത്ത് വിടുന്നുണ്ട്. ടോട്ടൽ എമൗണ്ട് അത് പോളി. ഏത് ബോർഡ്? സിൽവർ പഞ്ച് ബോർഡ്. പ്ലീസ് മാം, പ്ലീസ് ടെൽ us something about this show. മലയാളത്തിൽ മലയാളത്തിൽ പറഞ്ഞു ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഈ ആക്ടിങ് പഠിപ്പിച്ചു തന്നത് പിന്നെ ഇതിന് മുമ്പ് ചെയ്തത് മോണോ ആക്ട് ആണ്. അതിൽ നിന്ന് അഭിനയം പഠിച്ചാണ് ഇപ്പൊ ഇവിടെ വന്ന് എനിക്ക് സ്കിറ്റ് കളിക്കുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിന് എന്റെ സ്കൂളിലെ ദീപ ടീച്ചറാണ് എന്നെ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ എന്റെ ക്ലാസ് ടീച്ചറിനും എന്റെ ഫ്രണ്ട്സിനും ഒരു ഹായ് പറയാമോ? തീർച്ചയായും. അനന്യെ പഠിപ്പിക്കുന്ന ദീപ ടീച്ചർക്കും ക്ലാസ് ടീച്ചർക്കും അവിടുത്തെ എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും കുട്ടികൾക്കും ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററിനും എല്ലാവർക്കും ഞങ്ങളുടെ വക നിന്നെ എന്നാണ് ഇനി പെണ്ണായിട്ടൊന്ന് കാണാൻ പറ്റുന്നത്? ഞങ്ങളുടെ ദേവി ലക്ഷ്മി. പ്രതീക്ഷിക്കുന്നു. ഒരു പ്രതീക്ഷയും പറയൂ. എങ്ങനെ മൂന്നാമത്തെ സിൽവർ പഞ്ച്? നല്ല സന്തോഷമുണ്ട്. ഇവള് പറഞ്ഞ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല 25 അടിക്കുമെന്ന്. പിന്നെ ഗ്രൂമേഴ്സിനും ഡയറക്ടറിനും ഒക്കെ നല്ല നന്ദിയുണ്ട്. ഓ, താങ്ക് യു. പിന്നെ ജഡ്ജസിനും. സന്തോഷം. ഞങ്ങൾ എന്നായിരുന്നു ഇന്നലെ സ്കിറ്റ് തന്നത്. ഇന്നലെ രാവിലെ ആയപ്പോഴത്തേക്കും മറ്റേ ഞാൻ രാത്രി ഉച്ചയൊക്കെ ആയപ്പോ മറ്റേ സ്കിറ്റ് പഠിക്കാൻ വേറൊന്നും കൂടെ ഉണ്ട്. പഠിക്കാൻ പോയി. ഇതെന്നാലത്തേക്ക് പകുതി പോലും ആയില്ല. പിന്നെ കേറാൻ നേരം സെറ്റ് ചെയ്ത് വെച്ചത്. ചെറിയ സമയം കൊണ്ട് കാര്യം കൂടെ ഉണ്ട്, ഞാൻ പറയാൻ വിട്ടു. സ്കൂളിൽ ചെന്നാ കൊല്ലേ. എന്റെ കൂട്ടുകാർക്കും പിന്നെ ഞങ്ങളെ ടീച്ചർമാരുടെ പേര് അക്ഷര ടീച്ചർ, 3ാം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലെ ടീച്ചർ, പിന്നെ അനില ടീച്ചർ, ടീച്ചേഴ്സുമാരുടെ എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കണം. സൈന്ധവന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അക്ഷര ടീച്ചർ, അനില ടീച്ചർ, ബാക്കി എല്ലാ ടീച്ചർമാർക്കും സാറുമാർക്കും പ്രിൻസിപ്പലിനും എല്ലാവർക്കും കുട്ടികൾക്കടക്കം ഞങ്ങളുടെ ഒരു ഹായ്. ഞങ്ങള് ഗ്രൂമിംഗ് എന്നും ഷൂട്ടെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കുറച്ച് ദിവസങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കണം. നടുക്ക് നിൽക്കുന്ന മാന്യൻ ഇതേവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ സ്കൂളിൽ പോറില്ലല്ലോ. പിന്നെ അതൊക്കെ പറഞ്ഞു. നീ ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ പറഞ്ഞിട്ടില്ല ഒന്നും. ഞാനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും അതെ. അപ്പോ അടുത്ത പ്രാവശ്യം ഉഷാർ സ്കിറ്റായിട്ട് നമ്മൾ കാണുന്നു. ബൈ. സീ യു ലണ്ടൻ. സമയം കഴിഞ്ഞു. പെട്ടെന്നാണ്. നമ്മൾ ഒരുപാട് ചിരിച്ചു, നല്ല നല്ല സ്കിറ്റുകൾ കണ്ടു. നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തില്ലേ? അല്ലേ? നല്ല സ്കിറ്റില്ലായിരുന്നു. എന്നാൽ നിങ്ങളെ ഒരു നല്ല ഗൈഡ് തന്നേ. അപ്പം നമുക്ക് ഇവരെ കുറെ കൂടെ ചിരിപ്പിക്കാൻ കുറെ അധികം സ്കിറ്റുകളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം, അല്ലേ? അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.